ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഒരു 2-3 വീഡിയോ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊരു വനസ്പതി അജ്രക് സാരീസ് ആണ്. ഇതേപോലെ പ്യുവർ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ ആണ്, ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്തതാണ്. അതിൽ നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക് പ്രിൻറ്റും വനസ്പതിയൊക്കെ വരുന്ന സാരീസാണ് കേട്ടോ. ഇതേപോലെ വരിക, ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് ഇത്. ഇതേപോലെ സാരി വരുന്നത് നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വനസ്പതി അജ്രക് സാരീസ്. ബ്യൂട്ടിഫുൾ ആണേ. ഇതേപോലെ വരും. പല്ലു ഇങ്ങനെ വരിക കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു 3-4 പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇത് ഇതേപോലെ ഹാൻഡ് മെയ്ഡായിട്ട് വരുന്ന സാരി ആയതുകൊണ്ട് ഒരുപാട് പീസ് ഇല്ല. ഇതേപോലെയാണ് കേട്ടോ. നമ്പർ 1 ആണ്. ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ഇപ്പോൾ ഏത് കാലാവസ്ഥയിലും വെയർ ചെയ്യാൻ സൂപ്പറാണ്. ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതേപോലെ ബ്ലൗസ് പീസ് വരും കേട്ടോ. ഇതും പ്യുവർ കോട്ടൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. അപ്പോൾ ഈ സാരിയും ബ്ലൗസുമായിട്ട് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇത് നാച്ചുറൽ ഡൈങ്ങിലൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു വാഷ് കെയർ എടുക്കുക. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. 1700 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1700 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് നമ്പർ 2 ആണ്. ഇതേപോലെ ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെ പ്രിൻറ്റ് പാറ്റേൺ വരിക കേട്ടോ. ഓരോ കളറിനനുസരിച്ചും പ്രിൻറ്റിനനുസരിച്ചൊക്കെ അതിൻ്റെ ഒരു ടെക്സ്ചറിലും ഡിഫറൻസ് ഉണ്ടാവും, നേരിയ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു ടൈപ്പ് സാരി ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ഇത് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ഹ്യൂജ് എൻക്വയറി ആണ് കേട്ടോ. ഇപ്പോൾ സമ്മറൊക്കെ ആയപ്പോൾ ഇതിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ കണ്ടോ, പല ടൈപ്പ് ഓഫ് കളേഴ്സാണ്. ഇവിടെയൊക്കെ ഇത്തിരി ഒരു വ്യത്യാസത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതൊരു ഹാൻഡ് ഡൈങ്ങിൽ വരുന്നതാണ്, ഡാമേജോ ഡിഫക്റ്റോ അല്ല. ഈ സാരി ഉടുത്ത് വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു സ്പെഷ്യൽ കളറാണ്. ഇതിൻ്റെ കളറ് ഒരു ഗ്രേയും ഗ്രീനും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതേപോലെയാണ് പ്രിൻറ്റ് പാറ്റേൺ. സ്റ്റാർച്ച് ഇല്ലാത്ത പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ്. നമുക്ക് ഉടുത്തൂന്നേ തോന്നില്ല, അത്രയും സോഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരിക കേട്ടോ. റേറ്റ് സെയിം ആണ്, 1700, 1700. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അതേപോലെ കാഷ്വൽ വെയർ ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരി. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെ കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള ഒരു നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന ഒരു ബ്രിക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡാണേ. കണ്ടോ, പല്ലു ഇതേപോലെ നല്ല സൂപ്പറായിട്ടുള്ളൊരു സാരിയാണ്. അജ്രക് പ്രിൻ്റൊക്കെ ഇഷ്ടമുള്ളവരുടെ അതേ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതേപോലെ വരിക. കണ്ടോ, പല്ലു ഇങ്ങനെ വരിക കേട്ടോ. ബ്ലൗസ് പീസ് ഇതേപോലെ വരിക. ഇതിലും കണ്ടോ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റും നാച്ചുറൽ ഡൈങ്ങും ഒക്കെയാണ്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റും കളറൊന്നും ഈവൺ ആയിരിക്കണം എന്നില്ല, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടിയാണ്. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് പ്രിൻറ്റഡ് ബ്ലൗസാണ് കേട്ടോ. ഇതേപോലെ 1700 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് നമ്പർ 4 ആണ്. ഇതേപോലെ കേട്ടോ. ഇത് ഞാൻ 1 ലെയറിൽ എടുത്ത് കാണിക്കാം. നല്ല ഭംഗിയുള്ള ആ ഒരു അജ്രക് പ്രിൻ്റാണ്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. ഒരു ബ്രിക്കിൻ്റെ കളർ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കാണാൻ. നാച്ചുറൽ ഡൈങ്ങിൽ വരുന്നത്. നമ്പർ 4 ആണ്. സെയിം പ്രൈസാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു പ്രിൻ്റാണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ കേട്ടോ. ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡിൽ വാഷ് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ആയിട്ട്. കാരണം ഇതൊക്കെ നാച്ചുറൽ ഡൈങ്ങിലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വാഷ് കെയർ എടുക്കേണ്ട ഫാബ്രിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. നല്ല ഭംഗിയായിരിക്കും അത് സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയായിട്ട് വെയർ ചെയ്യുമ്പോൾ. 1700 ആണ് റേറ്റ് വരുന്നത്.
അപ്പോൾ ഇത്രയും ഡിസൈൻസാണ് വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടൺ ആണ്, അത്രയും കംഫർട്ടബിൾ ആണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.